ഹായ് കൂട്ടുകാരെ, ബ്യൂട്ടി ആൻഡ് ക്യൂട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മഴ നമുക്ക് കിട്ടിയിട്ടോ. മഴ പെയ്യുമ്പോൾ ഒത്തിരി നാൾ കൂടിയിട്ടൊക്കെ മഴ പെയ്യുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ സന്തോഷമായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നല്ല ചൂടായിരുന്നല്ലോ. ആ ചൂടിലൊരു മഴ എന്ന് പറയുന്നത് നമുക്കൊരു ആശ്വാസം തരുന്ന കാര്യം തന്നെയാണ്. അപ്പം നമ്മളും അതുപോലെ സന്തോഷിച്ചു. പക്ഷെ മഴ പെയ്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ നമ്മുടെ കൂട്ടിൽ വീണ്ടും രണ്ട് മൂന്നെണ്ണം തൂങ്ങി നിൽക്കുവാണ്. എൻ്റെ പൊന്നോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടെ കൂടെ തൂക്കം വരുന്നതെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നോക്കിയൊക്കെ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ തൂങ്ങി കണ്ണടച്ച് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇതിനെന്ന് നമ്മളിങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം നല്ലതായിരിക്കും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കരുതി നമുക്കൊരു പച്ചമരുന്ന് ഉണ്ടാക്കാം. നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടല്ലോ, അതുപോലെ ഒരു പച്ചമരുന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഇന്നത്തെ നമുക്കിടെ വീഡിയോ എന്ന് പറയുന്നത് ആ പച്ചമരുന്നാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലുള്ള തുടക്കക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്ന് നമ്മൾ ആഴ്ചയിൽ ഒരു വീക്ക്ലി 1 ടൈം ഇത് കോഴികൾക്ക് വെള്ളത്തിൽ ചേർത്ത് കൊടുത്തു എന്നോർത്ത് യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ലാത്തതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ആര്യവേപ്പിലയാണ് കേട്ടോ. ആര്യവേപ്പില, ചുമന്നുള്ളി, മഞ്ഞൾ, പച്ചമഞ്ഞളല്ലേ അതിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, ഇത്രയും സംഭവമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് തുളസിയില, പനിനീർ കൂർക്ക, ഈ ഇലയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ വിട്ടുപോയതാണ്, ഈ ഇലയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. എല്ലാം ഏകദേശം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ മതി. ഒരുപാടൊന്നും അരച്ച് അതിനൊക്കെ ആ ടേസ്റ്റൊന്നും ഇഷ്ടമാവണം എന്നല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ 10-25 എണ്ണത്തിനൊക്കെ കൊടുക്കാനായിട്ട് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മതി. അപ്പോൾ ഞാൻ അത് മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അളവ് കുറച്ചായതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്നും അരഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് കുടിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ആശ്വാസം കിട്ടും നമ്മൾ ഈ ഒരു മരുന്ന് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ വീക്ക്ലി 1 ടൈം ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ കോഴികളൊക്കെ വീണ്ടും സുഖപ്പെട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വളർത്തുന്നവരെ സംബന്ധിച്ച് അവർ ഇപ്പം എന്തിനെ ആയാലും, നമ്മളിപ്പം മുയൽ, കോഴി, പശു, ആട് എന്തിനെ വളർത്തിയാലും അവയ്ക്ക് അസുഖം വരുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക സങ്കടമായിരിക്കും നമ്മളെ സംബന്ധിച്ച്. അതുങ്ങൾക്ക് അസുഖം വന്ന് അതുങ്ങളൊന്ന് സുഖപ്പെട്ട് കിട്ടുന്നോടം വരെ നമുക്കൊരു വിഷമായിരിക്കും ഉള്ളിൽ. പ്രത്യേകിച്ച് നമ്മൾ തുടക്കത്തിലാകുമ്പോഴത്തേക്കും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതാണോ, അത് വലിയ കാര്യമൊന്നുമല്ല എന്ന് പറയുമായിരിക്കും. പക്ഷേ തുടക്കക്കാരെ സംബന്ധിച്ച് അതൊരു വലിയ വിഷമായിട്ട്, എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൽ മറ്റുള്ളവരെയും കണ്ടിട്ടായിരിക്കാം വലിയ വിഷമമായിട്ട് തോന്നുന്നത്. അപ്പോൾ വളർത്തി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇങ്ങനെയുള്ള തൂക്കം വരുമ്പോഴും ഇനി വരാതിരിക്കാനും എന്തെങ്കിലുമൊക്കെ മുൻകൂറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുവാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്കിടെ ഇന്നത്തെ ഈ ഒരു ടിപ്പ് എന്നെപ്പോലുള്ള കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.